ഇന്ന് ഞാനൊരു കഥ പറയാം. ഒരു മാൻകുട്ടി അറിയാതെ കൂട്ടം തെറ്റി കുറുക്കന്മാരുടെ ഇടയിൽ പെട്ടുപോയി. കുറുക്കന്മാരെ കണ്ട് പേടിച്ച് വിറച്ചു നിൽക്കുന്ന മാൻകുട്ടിയെ കുറുക്കന്മാർ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി ആശ്വസിപ്പിച്ചു. മാൻകുട്ടിയുടെ കൂട്ടരെ കണ്ടുപിടിക്കാൻ സഹായിക്കാമെന്നും അതുവരെ അവരുടെ കൂട്ടത്തിൽ ഭദ്രമായി കഴിഞ്ഞുകൂടാമെന്നും കുറുക്കന്മാർ മാൻകുട്ടിയെ വിശ്വസിപ്പിച്ചു. വിഡ്ഢിയായ മാൻകുട്ടി ഇതെല്ലാം വിശ്വസിച്ചു. എന്നാൽ കുറുക്കന്മാരുടെ പ്ലാൻ ഇതൊന്നും അല്ലായിരുന്നു. മാൻകുട്ടി തീരെ കുഞ്ഞായതുകൊണ്ട് ആർക്കും തികയില്ല എന്ന് മനസ്സിലാക്കിയ കുറുക്കന്മാർ മാൻകുട്ടി വളർന്നു പാകമാവുന്നതുവരെ ചതിച്ച് അവരുടെ ഇടയിൽ നിർത്താമെന്നും വലുതാവുമ്പോൾ കൊന്നു ഭക്ഷിക്കുക എന്നതുമായിരുന്നു. ഇതൊന്നും അറിയാതെ മാൻകുട്ടി അവരുടെ ഇടയിൽ വളർന്നു. കുറുക്കൻ കുഞ്ഞുങ്ങളോടൊപ്പം കളിച്ചു നടന്നു. പയ്യെ തൻ്റെ കൂട്ടരെ തന്നെ മറന്നുപോയി. പിന്നീടെപ്പോഴോ തൻ്റെ കുടുംബത്തെയും കൂട്ടരെയും മാൻകുട്ടി കണ്ടുമുട്ടുന്നുണ്ട്. മാൻകൂട്ടത്തിലെ പലരും കുറുക്കന്മാർ ആപത്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇത്രയും നാൾ പരിപാലിച്ച് വളർത്തിയ കുറുക്കൻ കൂട്ടത്തെ വിട്ടുപോകാൻ മാൻകുട്ടി തയ്യാറാകുന്നില്ല. അതോടൊപ്പം മാൻകൂട്ടം തങ്ങളെ തെറ്റിക്കാൻ നോക്കുകയാണെന്നുള്ള കുറുക്കന്മാരുടെ മിഴി നിറഞ്ഞുള്ള വാദത്തിൽ മാൻകുട്ടി പതറിപ്പോയി. ഇനി മുന്നോട്ട് പോയാൽ മാൻകുട്ടിയെ നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയ കുറുക്കന്മാർ മാൻകുട്ടിക്ക് കെണി വെച്ചു. കെണിയിൽ വീണ് പുളഞ്ഞു കിടക്കുന്ന മാൻകുട്ടിയെ കുറുക്കന്മാരെല്ലാം കൂടി ആക്രമിച്ച് കൊന്നു തിന്നു. കുറുക്കന്മാരെല്ലാം ചാടി വീഴുമ്പോഴും മാൻകുട്ടിയുടെ വിഷമം ഇതൊന്നും അല്ലായിരുന്നു. തന്നെ സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും പോലെ സ്നേഹിച്ചവർ തന്നെ ചതിച്ചല്ലോ എന്ന ഹൃദയഭാരമായിരുന്നു. അപ്പം കഥയുടെ സാരം എന്താണെന്ന് വെച്ചാൽ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. നമ്മളെല്ലാം കുറുക്കന്മാരുടെ നടുവിലാണ് ജീവിക്കുന്നത്. ഇതുപോലുള്ള കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആണെങ്കിൽ കമൻറ്റിൽ പറയണേ. ഹോപ്പ് യു ഗൈസ് സപ്പോർട്ട് മീ. താങ്ക് യു.